ഹലോ ഡോക്ടറെ. ആ ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനായിരുന്നേ. ഇന്ന് രാവിലെ ഇത് കാണിച്ച പേഷ്യന്റിന്റെ ഹസ്ബൻഡാണ് ഞാൻ. അതെയോ? ഏതാണ് പേഷ്യന്റ്? പേഷ്യന്റ് പേര് രശ്മി എന്നാണ്. രശ്മി. രാവിലെ ഒരു 11:30 ആ സമയത്താണ് കാണിച്ചത്. ആ ഓ ഓ ആ രശ്മി മനസ്സിലായി. അല്ല അത് കൊറേ ആള് വരുന്നതല്ലേ, പെട്ടെന്ന് അതെ. ഓർമ്മ കിട്ടുന്നില്ല. ആ എന്താ ഇപ്പം വിളിക്കാൻ കാരണം? അത് ഇത് ഒരു ചെറിയ സംശയം നേരത്തെ കുറെ ആളിലോണ്ടാണ് ഞാൻ ചോദിക്കാതെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ മാസവേദാണല്ലോ, നമുക്ക് അത്യാവശ്യമൊക്കെ എന്തെങ്കിലും തോന്നിയാൽ ഇത് ചെയ്യാൻ പറ്റുമോ? അല്ല ഇപ്പൊ എത്ര മാസായി? ഉം. ആ അത് 5 മാസം കഴിയണം. എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാനാണ്? അത് പറഞ്ഞിട്ടില്ലല്ലോ. ഡോക്ടർക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മളിത് ഒരുമിച്ചല്ലേ കിടക്കുകയും താമസിക്കുന്നൊക്കെ. അപ്പൊ രാത്രിയാകുമ്പോ ഞാനൊരു ചെറുപ്പമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പം ഈ എങ്ങനെ പറയുക, അതായത് മനസ്സിലായി കഷ്ടപ്പാടണ്ട, മനസ്സിലായി. അത് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചേ. ചെയ്യാം, പക്ഷേങ്കില് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു അല്ല, പ്രഗ്നന്റ് അല്ലേ വെടീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കരുത്. അന്നേരം എങ്ങനെയാന്ന് ഇത്? അല്ല, ഇവര് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം, ഇത് മലന്ന് കിടക്കരുത്, ചെരിഞ്ഞ് കിടക്കണം എന്നൊക്കെ. അതൊക്കെയുള്ള സംശയമാണ്. മലന്ന് കിടന്നാലൊക്കെ മലന്ന് കിടക്കരുത് എന്ന് പറയുന്നത് അത് കുഞ്ഞിനും മോശ. അപ്പൊ പിന്നെ ഇത് അന്നേരം അപ്പൊ ഈ ചെരിഞ്ഞു കിടക്കാനേ പറ്റും. അതും വലതുഭാഗം ചെരിഞ്ഞിട്ട് വേണം കിടക്കാൻ. അന്നേരം എങ്ങനെയാണ് അത് എന്ന് പറഞ്ഞാല് ചെരിഞ്ഞു കിടന്നാല് നിങ്ങൾക്ക് അറിയാലോ. അല്ല, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പറ്റൂ. അല്ലാണ്ട് വേറെ അത് തന്നെ ചെയ്യുമ്പോ നിങ്ങള് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു 5 മാസം അങ്ങ് കഴിയട്ടെ, എന്നിട്ട് നോക്കിയാ മതി. അല്ല, അതിപ്പോ ഇത് തുടങ്ങിയ മുതല് ഇപ്പൊ 5 മാസം ആയില്ല. അതുവരെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പിടിച്ചെന്ന് പോയത്. അതാണ് ഇപ്പൊ ഞാൻ 5 മാസം ആയതുകൊണ്ട്. പിന്നെ അവളും പറഞ്ഞു ഒന്ന് ഡോക്ടറോട് ചോദിക്കായിരുന്നില്ലേ, അവൾക്കൊരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇനി ഇത്ര ശ്രമിച്ചില്ലേ, ഒരു കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതെ. പിന്നെ ഇത് ചിലര് എന്റെ കൂട്ടുകാരൊക്കെ പറയും, അവരൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ. അപ്പൊ അവര് പറഞ്ഞു വെച്ചാല് അധികം അവളുടെ ശരീരത്തിന് ബലം കൊടുക്കാണ്ടൊക്കെ, വെയിറ്റ് കൊടുക്കാണ്ടൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ ഒരു സംശയവും പിന്നെ പേടിയോ എന്തെങ്കിലും ആയി പോകുന്നുള്ളതുകൊണ്ട്. ചില ആൾക്കാർക്ക് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഒന്നും സംഭവിക്കൂല. ചിലവർക്ക് ഇത് പെട്ടെന്ന് ഇതെല്ലാം ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇങ്ങനെ നിങ്ങള് ചെരിഞ്ഞു കിടന്നിട്ട് പരമാവധി മറ്റേ ഇതൊന്നും കൊടുക്കാണ്ട് അങ്ങനെ മനസ്സിലായല്ലോ എങ്ങനെയാണ്? അത് മനസ്സിലായി. പിന്നെ ഇത്രയും കാലം പിന്നെ ഇതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഓള് എന്നെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അന്നേരം ഓപ്പയെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ. പക്ഷേങ്കിൽ ഇത് ദിവസമൊന്നും പാടില്ല കേട്ടാ. അതല്ലേ. അന്നേരം ഇത് അവക്ക് എന്തെങ്കിലും ഒരു ഇത് ആകുന്നവരെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇല്ല ചെയ്യണ്ട. അതെല്ലാവർക്കും മോശമല്ലേ. അല്ല, അവള് പക്ഷെ പറയുന്നത് ഇത് തീരെ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് നിങ്ങളെല്ലാം പറഞ്ഞിട്ടാണ്. ഞാൻ രാവിലെ ഡോക്ടറോട് ചോദിക്കാന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ അവിടെ അടുത്ത് മറ്റുള്ള അറ്റൻഡറുകളോ നിൽക്കുന്നില്ല, അതുകൊണ്ട് ചോദിക്കാൻ ചമ്മലും ഉണ്ടാ ചോദിക്കാൻ. പറഞ്ഞാലേ അങ്ങനെയല്ല, ഇത് ഇപ്പൊ ഇങ്ങനെയാവുമ്പോ ചിലപ്പോ നടുവേദന, മറ്റേ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം അങ്ങനെയെല്ലാം ഉണ്ടാവും. അധികം ശ്രദ്ധിക്കാണ്ട് പലരും അങ്ങനെ ഉണ്ട് വന്നിട്ട്. പിന്നെ
ഉം. ശ്രദ്ധിക്കാണ്ട്. അപ്പൊ സൂക്ഷിച്ച് ഇടക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇത് ഇടക്കെന്ന് പറയുന്നത് എപ്പാന്ന് തോന്നുന്നു പറയുമ്പോ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ മാസം പിന്നെ ഈ 5 മാസം കഴിഞ്ഞിട്ട് ചെയ്താലും ഈ 8 മാസം കഴിഞ്ഞ് പിന്നെ പാടില്ല കേട്ടോ. പിന്നെയും പാടില്ലേ? ഇല്ല. അന്നേരം ഇത് ഒന്നും പാടില്ലാന്നുണ്ടോ? അല്ലെങ്കിൽ അതിനകത്ത് മാത്രം പാടില്ല എന്നാണോ? അല്ല നമുക്ക് പുറത്തെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? പുറത്തെന്ന് പറഞ്ഞാല് എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ അതിന്റെ അകത്തേക്കല്ല ഞാൻ പറഞ്ഞ മനസ്സിലായത്. ഇതിന്റെ അകത്തല്ലാണ്ട് അത് പുറത്ത് എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ഇത് തീർക്കായ നമ്മൾ അങ്ങനെയൊക്കെ ചിലപ്പോ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആക്കിയിട്ട് ശരീരം അധികം ഇളകാണ്ടില്ല അങ്ങനെ അത് പ്രശ്നമില്ല. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഈ ശരീരം അനങ്ങാണ്ടുള്ള കളി പറ്റുമോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ പറഞ്ഞാല് അത് നിങ്ങളിഷ്ടം, അതിന് പ്രശ്നമൊന്നുമില്ല. അവളധികം ചിലപ്പോ ഇങ്ങനെ പലതും ചെയ്തു തരും. ഇത് ഞാനിങ്ങനെ ഉറക്കം വരാനുള്ള നിൽക്കുന്ന കാണുമ്പോ എനിക്ക് ഇത് ഇല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ അവളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും. ഒന്നിക്കല് പല രീതിയിലും ചെയ്തു. ഒന്നിക്ക് കൈ കൊണ്ട് അല്ലെ വാ കൊണ്ട് അങ്ങനെയൊക്കെ അതൊക്കെ പാടുണ്ടോന്ന് അറിയില്ല. എന്നാലും വാഗുണ്ടെല്ലാം ചെയ്യാന്ന് പറഞ്ഞാല് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പലതും പോയി. ഇതെല്ലാം എന്തെങ്കിലും ദോഷമായിട്ട് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ചേ. അങ്ങനെ വേണ്ട, നിങ്ങൾ പുറത്ത് എങ്ങനെയാന്ന് ചോദിച്ചാല് ചെയ്തു. ദേഹം അനങ്ങാണ്ട് ചെയ്യണം. നേരം അതില് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ശരീരം മൊത്തത്തിൽ ഇളകാണ്ട് നോക്കണം. ഇളകാണ്ട് നോക്കണം. ഏതാ മനസ്സിലായില്ല. അല്ല ബുദ്ധിമുട്ടിപ്പിക്കറ് അധികം ഇല്ല, അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഒരുമിച്ച് കടക്കറ് എന്നെല്ലാം പറയുമ്പോ ഞാൻ വിചാരിക്കും പിന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട്. അത് ആയില്ലല്ലോ. അയ്യോ, അങ്ങനെ കിടക്കാണ്ടൊന്നും നിൽക്കണ്ട. അത് പിന്നെ അവർക്കൊരു ഇതല്ലേ, ആശ്വാസല്ലേ ഒന്നിച്ചുണ്ടാവുന്നത്. അപ്പൊ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടല്ലോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താല്. എനിക്കിത് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെ ആക്കും അങ്ങനെയാണ്. അവളും അങ്ങനെ തന്നെ ഇത് ക്ഷമിച്ചു നിൽക്കാൻ. പക്ഷെ ഇത് പാടുണ്ടോ ഇല്ലയെന്നോ അറിയാത്തതുകൊണ്ട് ഏതാണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നയാവും. അത് അങ്ങനെ അത്ര പാടില്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുമെങ്കിൽ ചെയ്തോ. അതില് കൂടുതലൊന്നും വേണ്ട. ഇല്ല. അത് അപ്പൊ രാവിലത്തെ ഡോക്ടറെ അടുത്ത് മരുന്നും കഴിഞ്ഞിട്ട് അടുത്ത മാസം വരാന്നാ പറഞ്ഞത്. അന്നേരം വന്നാ മതിയല്ലോ അല്ലേ? അത് പിന്നെ അടുത്ത മാസം വന്നാ മതി. അല്ല അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരാം. ഇതിനുള്ളിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്നാ പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാല്ലേ? എനക്ക് പണിയാക്കറേ ആക്രാന്തം പിടിച്ച് ചെയ്തിട്ട്. ഇല്ല അത് ഇല്ല. നോക്കിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത്.